ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 17, ഒന്നാമത്തെ വായനാ ഭാഗം. 2 രാജാക്കന്മാരുടെ പുസ്തകം, 24-25 അധ്യായങ്ങൾ. 1 രാജാക്കന്മാരുടെയും 2 രാജാക്കന്മാരുടെയും പുസ്തകത്തിൻ്റെ അവസാനത്തെ 2 അധ്യായങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ അവസാനത്തോടു കൂടി യഹൂദായിലെ രാജഭരണം മുമ്പ് വടക്കേ രാജ്യമായ ഇസ്രായേലിലെ രാജ്യഭരണം അവസാനിപ്പിച്ചതുപോലെ ദൈവം ഇതും അവസാനിപ്പിക്കുകയാണ്. ഇതിനുശേഷം ഇവിടെ രാജാക്കന്മാരില്ല. ഇതിനുശേഷം ഒരു രാജ്യമെന്ന തരത്തിൽ അത് നിലനിൽക്കുന്നതുമില്ല. എന്നാൽ പക്ഷേ ജനം അവിടെ ഉണ്ട് താൻ. അപ്പോൾ ഇവിടെ ദൈവം നമ്മൾ ആദ്യം മുതൽ വായിക്കുമ്പോൾ യഹോയാക്കീമാണ് രാജാവായിരിക്കുന്നത്. യഹോയാക്കീം എന്ന് പറയുന്നത് യഹോഹാസിൻ്റെ സഹോദരൻ. യഹോഹാസ് രാജഭരണം വഹിക്കുന്ന സമയത്ത് ഇസ്രായേൽ വന്നിട്ടാണ് യഹോവാസിനെ രാജാസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് യഹോയാക്കീമിനെ രാജാവാക്കി മാറ്റുന്നത്. നമ്മളിന്ന് വായിക്കുന്ന 24-ാം അധ്യായത്തിൽ ദൈവം കൽദേരെയും അരാമ്യരെയും മോവാബ്യരെയും അമ്മോന്യരെയും ഒക്കെ ഇവിടെ അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതെല്ലാം മനുഷ്യ ചെയ്ത തൻ്റെ സകല പാപങ്ങളും നിമിത്തം യഹോവയെ തൻ്റെ സന്നിധിയിൽ നീക്കിക്കളവാൻ ഇത് യഹോവയുടെ കൽപ്പന പ്രകാരം അവർക്ക് ഭവിച്ചു എന്നാണ്. അവൻ കുറ്റമില്ലാത്ത രക്തം ചൊരിയിച്ച് യെരുശലേമിനെ കുറ്റമില്ലാത്ത രക്തം കൊണ്ട് നിറച്ചതും ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സായില്ല. ഇത് നല്ല രാജാവായ യോശിയാവ് രാജഭരണം നടത്തുമ്പോൾ തന്നെ യോശിയാവിനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ നന്നായി ഭരിക്കുകയാണ്, പക്ഷെ നിനക്ക് ശേഷം ഈ ദേശത്തെ നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. യഹോയാക്കീൻ തൻ്റെ മരണത്തിന് ശേഷം യഹോയാക്കീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് രാജാവാകുന്നത്. എന്നിട്ട് ഈ യഹോയാക്കീൻ 3 മാസമേ ഇവിടെ രാജാവായിട്ടിരിക്കാൻ കഴിയുന്നുള്ളൂ. അയാളും യഹോവയ്ക്ക് അനിഷ്ടമായി. യഹോയാക്കീമും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളതാണ് ചെയ്തത്. ഈ യഹോയാക്കീനും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നെബൂഖദ്നേസറിൻ്റെ ഭൃത്യന്മാർ ആദ്യം വന്ന് നഗരത്തെ വിരോധിക്കുന്നു. തുടർന്ന് പുറകെ നെബൂഖദ്നേസറും വരികയാണ്. രാജാവിനെയും യഹോയാക്കീനെയും യഹോയാക്കീൻ്റെ അമ്മയെ, അതായത് യഹോയാക്കീമിൻ്റെ അപ്പനായ യഹോയാക്കീമിൻ്റെ ഭാര്യ, അവരെ രാജമാതാവിനെയൊക്കെ കൊണ്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. രാജമാതാവിനെയും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾ എല്ലാം സകല നിക്ഷേപങ്ങളും കൊണ്ടുപോയി. മാത്രമല്ല അവിടുത്തെ നല്ല ആശാരിമാരുണ്ടായിരുന്നു, അവിടെ കൊല്ലന്മാരുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഉപയോഗമുള്ള ആളുകളെയും പിന്നെ സകല പരാക്രമശാലികളെയും സകല പ്രഭുക്കന്മാരും, അങ്ങനെ ഒരു 10,000 പേര്, പിന്നെ കുറേ ആൾക്കാർ, എല്ലാവരും കൊണ്ടുപോയി. സകല ബലവാന്മാരുമായ 7,000 പേരെയും ആശാരിമാരും കൊല്ലന്മാരുമായ 1,000 പേരെയും ഇങ്ങനെ യുദ്ധപ്രാപ്തരായ സകല വീരന്മാരെയും ബാബേൽ രാജാബദ്ധനായി കൊണ്ടുപോയി. എന്നിട്ട് അയാളുടെ ഈ യഹോയാക്കീൻ്റെ ചിറ്റപ്പനായ മഥന്യാവെ രാജാവാക്കി. അയാൾക്ക് സിദക്കിയാവ് എന്ന പേര് വിട്ടു. അപ്പം ചിറ്റപ്പൻ എന്ന് പറയുമ്പം തൻ്റെ അപ്പനായ യഹോയാക്കീം എന്ന് പറയുന്നത് യഹോവഹാസിൻ്റെ സഹോദരനാണ്. അപ്പോൾ യഹോവഹാസിൻ്റെയും യഹോയാക്കീമിൻ്റെയും സഹോദരനായ ഇളയവനായ ആളാണ് ഈ മഥന്യാവിൻ്റെ പേര് മാറ്റി സിദക്കിയാവ്. ചിറ്റപ്പനാണ്, ചെറിയച്ഛനാണ്, രാജാവാക്കി. ഈ സിദക്കിയാവിൻ്റെ അമ്മയെക്കുറിച്ചൊരു പേര് വായിക്കുന്നുണ്ട്, ഹമുദൽ എന്നാണ് പേര്. ഈ ഹമുദൽ നേരത്തെ നമ്മൾ വായിക്കുമ്പോൾ യഹോവഹാസിൻ്റെ അമ്മയുടെ പേരും ഹമുദലാണ്. അപ്പോൾ യഹോവഹാസിൻ്റെയും ഈ സിദക്കിയാവിൻ്റെയും അമ്മ എന്ന് പറയുന്നത് യോശിയ രാജാവിൻ്റെ ഭാര്യയായ ഹമുദലാണ്. 2 പേരുടെ അമ്മ ഒന്നാണ്. അതാണ് നമുക്ക് വായിക്കുന്ന ഒരു കാര്യം ഇവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ കോപം യഹൂദയുടെയും യെരുശലേമിൻ്റെ മേൽ വന്നു ഭവിച്ചു. ഒടുവിൽ അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. എന്നാൽ സിദക്കിയാവും ബാബേൽ രാജാവിനെ മത്സരിച്ചു. അപ്പം നേരത്തെ ഇത് നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് പൂർണ്ണമായ ഒരു ചിത്രം കിട്ടുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചനമൊക്കെ ഈ സമയത്ത് നടക്കുന്നുണ്ട്, ഇതിന് മുമ്പ് നടക്കുന്നുണ്ട്. നിങ്ങൾ ബാബേൽ വരുമ്പോൾ അവർക്ക് നിങ്ങൾ കീഴ്പ്പെട്ട് അവരെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ. പക്ഷേ എതിർത്ത് നിന്നാൽ നിങ്ങളുടെ കാര്യം പറയാനൊക്കത്തില്ല, നിങ്ങളെ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോകും, കൊല്ലുകയൊക്കെ ചെയ്യും. അതിനേക്കാൾ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബാബേൽ രാജാവിനെ കീഴ്പ്പെട്ട് അവൻ്റെ കൂടെ പോകുന്നതാണ്, പ്രവാസത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് ദൈവം യിരെമ്യാ പ്രവാചകനോട് അരുളി ചെയ്യുന്നു. പക്ഷേ അങ്ങനെയല്ല ഇവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ബാബേൽ രാജ നെബൂഖദ്നേസറിൻ്റെ സകല ഇപ്പോൾ 11 വർഷമാണ് എന്ന് പറഞ്ഞല്ലോ. 9-ാം വർഷത്തിൻ്റെ അവസാനം നമ്മൾ 25-ാം അധ്യായത്തിലേക്ക് കടന്നു. 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഈ
സകല സൈന്യവുമായിട്ട് ഈ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ വരികയാണ്. അങ്ങനെ സിദക്കിയാവും ഈ ബാബേൽ രാജാവിനെ മത്സരിക്കുന്നു. അതുകൊണ്ടാണ് വരുന്നത്. മത്സരം എന്ന് പറയുന്നത് കപ്പം കൊടുക്കുക എന്നുള്ളതാണ്. പിടിച്ചടക്കി കീഴ്പ്പെട്ട് അവർ ആ രാജ്യത്വം വരുന്ന രാജാവിൻ്റെ ശത്രു സൈന്യത്തിൻ്റെ രാജാവിൻ്റെ രാജ്യത്വം അംഗീകരിക്കുകയാണെങ്കിൽ അവർ കപ്പം കൊടുത്തു വരും. കപ്പം കൊടുക്കൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഒരു ഇൻഡിക്കേഷൻ വരുന്നത് ഈ മാസത്തെയോ ഈ വർഷത്തെയോ കപ്പം കിട്ടിയില്ല, മാസം തോറുമായിരിക്കും. ആ കപ്പത്തിൻ്റെ കാലാവധിയിൽ കപ്പം കൊടുക്കാതെ വരുമ്പം അവർ മത്സരിക്കുകയാണെന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെ സർവ്വസൈന്യം യെരൂശലേമിൽ നിന്ന് വരുന്നു വന്നു. സിദക്കിയ രാജാവിൻ്റെ 11ാം ആണ്ട് വരെ നഗരം നിരോധിക്കപ്പെട്ടു. 9ാം വർഷത്തിൻ്റെ അവസാനം മുതൽ സകലം. അപ്പോൾ ആഹാരം പോലും കിട്ടാത്ത ക്ഷാമം ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ അവർ നഗരത്തിൻ്റെ ഒരു ഭാഗം പൊളിച്ച്, കൽദേർ ചുറ്റും വളഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ രാത്രിയിൽ രാജാവിൻ്റെ തോട്ടത്തിനരികെ 2 മതിലുകൾക്ക് മധ്യയുള്ള വഴിയായി ഓടിപ്പോയി രാജാവും അവിടുന്ന് ഓടിപ്പോവുകയാണ്. പക്ഷേ കൽദേർ സൈന്യം ഇത് മനസ്സിലാക്കിയിട്ട് രാജാവിനെ പിന്തുടർന്ന് യെരിഹോ സമഭൂമിയിൽ വെച്ച് അവനെ പിടിച്ചിട്ട് ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ അവന് വിധി കൽപ്പിച്ചു. അവർ സിദക്കിയാവിൻ്റെ പുത്രന്മാർ അവൻ കാണുക കൊന്നു. സിദക്കിയാവിന് കണ്ണ് പൊട്ടിച്ച് 2 ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. നമ്മൾ ഈ സംഭവം ഒരു പ്രവചനമായിട്ട് കഴിഞ്ഞ ദിവസത്തെ വായനയിൽ എസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. ജനത്തിൻ്റെ പ്രഭു രാത്രി മതിലിടിച്ച് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ഒരു കാഴ്ച യെഹെസ്കേലിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നുണ്ട്. സന്ധ്യാസമയം, അതായത് എല്ലാം ഭാണ്ഡങ്ങളൊക്കെ ആയിട്ട് ഒരു യാത്ര പുറപ്പെടുന്നത് പോലെ കാണിക്കുകയും മതിലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ചുരണ്ടി അത് പൊളിച്ച് മാറ്റുന്നതും അതിനകത്തൂടെ എസ്കേൽ പ്രവാചകൻ അപ്പുറത്ത് കിടക്കുന്നതും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ചിത്രം, ആ കാഴ്ച കാണിക്കുന്ന ആ പ്രകടനം, അത് ഈ സിദക്കിയ രാജാവിൻ്റെ ഈ ഒളിച്ചു കിടക്കുന്ന രാത്രി സമയത്ത് ഒളിച്ചു കിടക്കുന്ന യാത്രയും അയാളുടെ മരണവും ഒക്കെ അന്ധനായി പോകുന്നതിനെ കുറിച്ചൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പം ഞാനതാ പറഞ്ഞത്, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ ഒരു പൂർണ്ണമായ ചിത്രം കിട്ടുകയുള്ളൂ. ഈ സമയത്തൊക്കെ യിരെമ്യാ പ്രവാചകൻ്റെ വർത്തമാനങ്ങൾ, യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചന ജനത്തോട് സംസാരിക്കുന്നതൊക്കെ ഇതിനിടയ്ക്കുണ്ട്. അത് ഈ രാജാക്കന്മാർ പുസ്തകത്തിൽ കാണുന്നില്ല. പക്ഷേ നമ്മൾ യിരെമ്യാ പ്രവാചകൻ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് തന്നെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നെബൂസറദാൻ വരുന്നുണ്ട്. നെബൂസറദാൻ വന്നിട്ട് രാജധാനിയും ദൈവത്തിൻ്റെ ആലയവും യെരൂശലേം ദേവാലയവും ചുട്ടുകളയുന്നതാണ് കാണുന്നത്. എല്ലാ വീടുകളും, യെരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അപ്പോൾ ദേശം ചുട്ടുകളയുന്നൊരവസ്ഥയിലായി. വീടുകളൊക്കെ കത്തിച്ച് കളഞ്ഞു. അവർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ചുറ്റുമുള്ള മതിലിടിച്ച് കളഞ്ഞു. യെരൂശലേമിൻ്റെ ചുറ്റും ഒരു വലിയ മതിലുണ്ടായിരുന്നല്ലോ. ഈ മതിലാണ് നെഹമ്യാ തിരിച്ചു വരുമ്പം അവർ പണിയുന്നത്. ഓരോ ഭാഗമായിട്ട് അവർ പണിയുന്നത്, പലരെയും കൂടെ നിന്നിട്ട് പലരും സംഘമായി നിന്നിട്ട് പണിയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. നെഹമ്യാവിൻ പുസ്തകത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ആ യെരൂശലേമിൻ്റെ ചുറ്റുമുള്ള മതിലുകളും ഇടിച്ചു കളഞ്ഞു, പല ഭാഗവും ഇടിച്ചു പോയി. ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസർഅദാൻ കൊണ്ടുപോയി. എന്നാൽ അകമ്പടി നായകൻ ദേശത്തെ ചിലരെ അവിടെ നമ്മൾ കഴിഞ്ഞ വായനാ സമയത്ത് പറഞ്ഞായിരുന്നു, മുന്തിരിത്തോട്ടക്കാരെയും കൃഷിക്കാരായിട്ടും വിട്ടേച്ചു പോയി. യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽദേർ ഉടച്ചു കളഞ്ഞ് അവയുടെ താമ്രം ബാബേലിലേക്ക് കൊണ്ടുപോയി. കലങ്ങളും ചട്ടുകങ്ങളും കത്രികളും തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്ര ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോയി. തീച്ചട്ടികളും ഇതൊക്കെ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കുള്ള സംഗതികളായിരുന്നു, യാഗത്തിനുള്ള സംഗതികൾ. ഇതൊക്കെയാണ് കൊണ്ടുവന്നത്. പൊന്നും വെള്ളിയും കൊണ്ടുള്ളതൊക്കെയും അയമ്പനാവൻ കൊണ്ടുപോയി. അവിടെ ഒരു 2 സ്തംഭം ഉണ്ടായിരുന്നു, നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു കടല്, പീഠങ്ങൾ എന്നിങ്ങനെ സകല ഉപകരണങ്ങൾ. താമ്രത്തിന് തൂക്കമില്ലായിരുന്നു, എത്ര തൂക്കമെന്ന് പോലും അറിഞ്ഞത്. എല്ലാം പറിച്ചെടുത്തുകൊണ്ട് പോയി എന്നാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവിടെ മഹാപുരോഹിതനായ സെരാഫ്യാവിനെയും 2ാം പുരോഹിതനായ സെഫനിയാവെയും കൊണ്ടുപോയി. ഇവരെ വഴിയിൽ വെച്ച് രിബ്ലായിൽ വെച്ച് ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാണ് വായിച്ചത്. അവിടെ രിബ്ലായിൽ വെച്ച് വെട്ടിക്കൊന്നു അവരെയും വെട്ടിക്കൊന്നു. പിന്നെ അതിൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. സേനാപതി രായസക്കാരനെയും നഗരത്തിൽ കണ്ട ദേശത്തെ ജനത്തിൽ 60 പേരെയും പിടിച്ചുകൊണ്ടുപോയി. ഇവരെയാണ് കൊണ്ടുപോയി കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ടു. അപ്പോൾ ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ടുപോകേണ്ടി വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ബാബേൽ നെബൂഖദ്നേസർ ശേഷിച്ച ജനത്തെ ഭരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു
രാജാവാക്കിയിട്ടല്ല, അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനെ ആക്കിയത് ഗദല്യാവ് എന്നൊരു ആളിനെയാണ്. പക്ഷേ ഈ ഗദല്യാവിനെ ചില ആൾക്കാർ അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, നെഥന്യാവിൻ്റെ മകനായ ഇശ്മായേൽ 10 ആളുകളുമായി വന്ന് ഗദല്യാവെയും അവനോടുകൂടി മിസ്പായിലുണ്ടായിരുന്ന യഹൂദ്യരെയും, അവിടെ കൽദേരം ഉണ്ടായിരുന്നു, കൽദേരെയും കൂടെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് ഈ ദേശം നോക്കാനായിട്ട്. കൽദേരെയും വെട്ടിക്കൊന്നു. അപ്പോൾ ജനമൊക്കെ ഭയപ്പെട്ടിട്ട് അവിടുന്ന് മിസ്രൈമിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി. പിന്നെ നമ്മൾ കാണുന്നത് നബൂസറദാനല്ല, ബാബേൽ രാജാവിൻ്റെ, ഇപ്പം നമ്മൾ കാണുന്നത് അവിടെ നടക്കുന്ന, ബാബേൽ നടക്കുന്ന, അല്ലെങ്കിൽ കൽദേ ദേശത്ത് അവരുടെ രാജധാനിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ എവിൽ മെരോദക് എന്ന രാജാവ്, ഇപ്പോൾ നെബൂഖദ്നേസർ രാജഭാരമൊക്കെ മാറി, ഇടയ്ക്ക് വേറെയും രാജാവ് വന്നിട്ടുണ്ടാകാം. ഇപ്പോൾ നമ്മൾ കാണുന്ന എവിൽ മെരോദക് എന്ന് പറഞ്ഞ രാജാവ് ഈ യഹോയാക്കീൻ അവിടെ കാരാഗ്രഹത്തിലാണല്ലോ. യഹോയാക്കീനെ കൊന്നിട്ടില്ല, യഹോയാക്കീനെ കൃപ തോന്നി അല്ലെങ്കിൽ കടാക്ഷിച്ചിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചിട്ട് തൻ്റെ കൂടെയുള്ള വേറെ പിടിക്കപ്പെട്ടുകൊണ്ട പല രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരെ ആസനത്തിന് മേലാക്കി വെച്ചു, കാരാഗ്രഹത്തിൽ മാറ്റി, കാരാഗ്രഹ വസ്ത്രം മാറ്റി, അവൻ ജീവപര്യന്തം മരണകാലം വരെയും തൻ്റെ സന്നിധിയിൽ ഭക്ഷണം കഴിക്കാനുള്ള അവസരം കൊടുത്തു. രാജാവ് കഴിക്കുന്നതൊക്കെയാണോ അതോ രാജാവ് എന്തായാലും മോശമായതായിരിക്കുമല്ലോ, മറ്റൊരു ദേശത്തെ രാജാവാണല്ലോ. അങ്ങനെ ആ രാജാവിനോട് ഒരു ദയ തോന്നിയെങ്കിൽ അപ്പം മാന്യമായ ഭക്ഷണമൊക്കെ കൊടുത്ത് പരിപാലിക്കുന്നതാണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം കൂടി നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. അത് യിരെമ്യാ പ്രവാചകനിലൂടെ പ്രവചിച്ച ഒരു പ്രവചനമാണ്. നിങ്ങൾ അവിടെ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കയില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നന്നായി ജീവിക്കാനും കഴിയും എന്നുള്ളത് പറയും. അപ്പോൾ ഈ യഹോയാക്കീന് അതുപ്രകാരം വളരെ നല്ല ഒരു ജീവിതം, രാജാവിൻ്റെ എന്ന നിലയ്ക്കുള്ള ഒരു ജീവിതം അവിടെ ഈ എവിൽ മെരോദാക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ അവസാന പുസ്തകങ്ങളായ 39 മുതലൊക്കെ ഈ പ്രവാസത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചും നമ്മൾ വായിക്കാം. 39-25 ഉണ്ടെന്ന് തോന്നുന്നു പ്രവാസത്തിലേക്ക് പോകുന്നത്. പ്രവാസത്തിലേക്ക് പോകും എന്ന് 70 വർഷം കൃത്യമായി പ്രവാസത്തിലേക്ക് പോകുന്ന യിരെമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. 70 വർഷം കഴിഞ്ഞ ശേഷമോ നിങ്ങളെ ഞാൻ ഈ ദേശത്തേക്ക് മടക്കി വരുത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ്, പ്രധാനമായും 3 പ്രാവശ്യമായിട്ടാണ് ബാബേലിലേക്ക് ഇവർ പോകുന്നത്. അതുപോലെ തിരിച്ചു വരുന്നതും അങ്ങനെ കോരശിൻ്റെ സമയത്ത്, കോരശ് രാജാവായിരിക്കുന്ന സമയത്ത്, കോരശ് രാജാവെന്ന് പറഞ്ഞാൽ അന്ന് പേർഷ്യയായി മാറി. ഇവർ മേദ്യര്, പേർഷ്യൻസ് ഒക്കെ പിന്നെ ഈ കൽദയരെ മേദ്യരുടെ മുമ്പിൽ തോൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മേദ്യരും പാഴ്സ്യരും കൂടെ ചേർന്നുള്ള ഒരു ഭരണം, പിന്നെ പേർഷ്യൻസ് മാത്രമായിട്ടുള്ള ആ പേർഷ്യൻ രാജാവായ സൈറസ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇതുവരെ ഇങ്ങോട്ട് മടങ്ങി വരുവതിനെ കുറിച്ചുള്ള ആലോചന വരുന്നത്. ദൈവം ആ രാജാവിൻ്റെ മനസ്സുണർത്തുകയും ഇവരോട് ദയ തോന്നുകയൊക്കെ ചെയ്ത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അതുകൂടെ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നതും അവരത് കേൾക്കാതിരിക്കുന്നതും അവരവിടെ നിന്ന് ഈ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതും, രാജ്യം തന്നെ ഇല്ലാതായിരിക്കുന്ന യഹൂദ ദേശം വിട്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. യഹൂദ തൻ്റെ സ്വദേശം വിട്ടുപോയി. അപ്പോൾ യഹൂദ എന്നൊരു ഗോത്രം മാത്രമല്ല, മറിച്ച് രാജ്യത്വവും രാജ്യം എന്ന നിലയ്ക്ക് തന്നെ അത് അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇനി 70 വർഷത്തിന് ശേഷമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ പണിയപ്പെടുന്നത്. അപ്പോഴത്തേക്ക് തന്നെ ദേശം ഒന്നും ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നില്ല, അവിടെ പരിപാലനമില്ല, എല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിലാകുന്നുണ്ട്. ഇതിനുശേഷം അത് കണ്ടിട്ടാണ് യിരെമ്യാ പ്രവാചകൻ മറ്റൊരു പുസ്തകം അതിൻ്റെ പുറകെ വരുന്നത്, വിലാപങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം. നമ്മളിപ്പോൾ ഇന്നിപ്പം രാജാക്കന്മാർ പുസ്തകത്തിൽ അവസാനം വായിച്ചു തീർന്നതിന് ശേഷം ഈ ദേശം മുഴുവൻ ചുട്ടുകളഞ്ഞു നമ്മൾ കണ്ടു. വീടുകൾ ചുട്ടുകളഞ്ഞു. യെരുശലേം ദേവാലയം, അതിലേറ്റവും അവർക്ക് പ്രയാസം വരുന്നത് യെരുശലേം ദേവാലയം ചുട്ടപ്പെട്ടു പോകും. അത് അവരുടെ ഒരു സ്റ്റേറ്റസ് സിമ്പലായിരുന്നു. അപ്പം അങ്ങനെ വളരെ പ്രൗഡായിട്ടിരുന്ന ഒരു സംഗതിയാണ് യെരുശലേം ദേവാലയം. ആ ദേവാലയം ചുട്ടുകളയെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് വലിയ സംഗതി, വിഷമം. ദൈവത്തെ എതിർക്കുന്നതെന്ന് പ്രശ്നമില്ല, ദേവാലയം അവർക്കൊരു സ്റ്റേറ്റസ് ആയിരുന്നു. അതുകൊണ്ട് അത് ചുട്ടുപോയത് അവർക്ക് വളരെ സങ്കടമായിരുന്നു. അതുകൊണ്ട് വിലാപങ്ങൾ എന്നൊരു പുസ്തകം കൂടെ ഉണ്ടാകും. ആ വിലാപങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഈ ഭാഗത്തിന് ഇതിൻ്റെ അവസ്ഥയും ഇതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വിലാപങ്ങളുടെ പുസ്തകം രചിക്കുന്നത്.
രണ്ടാമത്തെ വായനഭാഗം എസ്കേൽ പ്രവചനം 13-ാം അധ്യായം. ദൈവത്തിൻ്റെ അരുളപ്പാട് തുടർന്ന് വരികയാണ്. പക്ഷേ ഇവിടെ പ്രവചിക്കുന്നത് അവിടുത്തെ കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ്. അവർ വ്യാജ ദർശനം, കള്ളപ്രശ്നം പറയുന്നു, അതുപോലെ തന്നെ വ്യാജ ദർശനം, മിഥ്യാദർശനം കാണിക്കുന്നു. ഒക്കെയാണ് അവർക്ക് ഉള്ളത്. ഇത് പറയുന്നത് സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടർന്ന് ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല, ഇസ്രായേൽ ഗ്രഹത്തിന് വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല. പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നതാണ്. അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് പറയുന്നു. ഇത് സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നമ്മൾ വായിക്കുന്നത് പ്രവാസകാലത്തെ ആണിത് പ്രവചനം നടക്കുന്നത്. ഇത് നടക്കുന്ന സമയത്ത് യെരുശലേമിൽ യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ യിരെമ്യാ പ്രവചിക്കുന്ന കാലത്ത് പ്രവാചനത്തെക്കുറിച്ച് അവിടുത്തെ കള്ളപ്രവാചകന്മാർ പറയുന്നത് എന്താണ്? യിരെമ്യാവാണ് കള്ളം പറയുന്നതാണ്, അവരാണ് സത്യം പറയുന്നത്. ഇവിടെ നെബൂഖദ്നേസർ ഇങ്ങോട്ടൊന്നും വരത്തില്ല. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ നെബൂഖദ്നേസർ ഈ രാജ്യത്തോട്ടൊന്നും വരില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? അവർ കാണുക തന്നെ നെബൂഖദ്നേസർ 3 പ്രാവശ്യം ആ ദേശത്തേക്ക് വന്ന് അവരെ പൂർണ്ണമായും കൊള്ളയിട്ട് കൊണ്ടുപോകുന്നതും ആ ദേശം ചുട്ടുകരിക്കുന്നതുമാണ് കാണുന്നത്. പക്ഷേ അവിടെ ദൈവം പറയുന്നത് ഞാൻ നിങ്ങളെ അയച്ചിട്ടില്ല, എങ്കിലും നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഇത്. അപ്പം നിങ്ങളെക്കുറിച്ച് എനിക്ക് കൈകാര്യം ചെയ്യാതിരിക്കാൻ ഒക്കില്ല. നിങ്ങൾ അത്ര ദോഷമാണ് ജനത്തോട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടുകയില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ ദേശത്തിൽ അവർ കടക്കുകയില്ല എന്ന് കർത്താവ് യഹോവ പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തെ ചതിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പെരുമഴയും ആലിപ്പഴവും കൊടുങ്കാറ്റും ഒക്കെ ഇവിടെ വീഴും, ചുവരും ഒക്കെ മറിഞ്ഞു വീഴും, അവിടെ വലിയ കഷ്ടമുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞതിനെ തന്നെ വീണ്ടും പറയുകയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ദൈവം യഹോവയാണെന്ന് നിങ്ങൾ അറിയും. ഇപ്പം എസ്കേൽ പ്രവാചകൻ പറയും, നീ ഈ ജനത്തിൻ്റെ പുത്രിമാരുടെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി സംസാരിക്കണമെന്നാണ് പറയുന്നത്. അവർ ചില ദേഹികളെ വേട്ടയാടി കൊല്ലുന്നു, ചിലരെ ആദായത്തിന്, ചിലരെ ജീവനോടെ രക്ഷിക്കുന്നു. മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിച്ചിരിക്കരുതാത്ത ദേഹികളെ നിങ്ങൾ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്തിനാണ്? ഒരുപിടി ഏവത്തിനും ഒരു അപ്പക്കഷണത്തിനും വേണ്ടിയാണ്. അപ്പോൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുന്നു. പക്ഷേ അത് എനിക്ക് വിരോധമായിട്ടാണ് ഇത് ചെയ്യുന്നത്, എൻ്റെ സത്യവചനങ്ങൾക്ക് വിരോധമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അവയെ നിങ്ങളുടെ ഭുജങ്ങളിൽ നിന്ന് പറിച്ചു കീറി ദേഹികളെ നിങ്ങൾ പരവജാതികളെ പോലെ വേട്ടയാടുന്ന ദേഹികളെ തന്നെ വിടുവിക്കും. നിങ്ങളെ ഞാൻ വിടുതേ വിടത്തില്ല, പക്ഷേ ഈ ജനത്തെ ഞാൻ വിടുവിക്കും. എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഇനി അവർ നിങ്ങളുടെ കയ്യിൽ വേട്ടയായിരിക്കില്ല. പക്ഷെ വേട്ടയാണല്ലോ. ഇവരെ കൊണ്ട് വ്യാജ ദർശനം പറഞ്ഞിട്ട് അവരിൽ നിന്ന് സമ്പത്ത് പിടിച്ചു വാങ്ങിക്കുന്ന പരിപാടിയാണ് ഈ പ്രവാചകന്മാർ ചെയ്യുന്നത്. ഞാൻ യഹോവൻ നിങ്ങൾ അറിയും. ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജം കൊണ്ട് ദുഃഖിപ്പിക്കുകയും തൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാതെ വണ്ണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഇനി വ്യാജം ദർശിക്കുകയോ പ്രശ്നം പറയുകയോ ചെയ്യുകയില്ല. ഞാൻ എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ജനത്തെ വിടുവിക്കും, നിങ്ങളെ കൈകാര്യം ചെയ്യാതെ വിടുകയില്ല എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഈ അധ്യായം പൂർണ്ണമായും ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച്, അവർ പ്രശ്നവും ഒക്കെ പറയുന്ന, ദർശനമൊക്കെയും പറയുന്ന ഒരുപാട് പ്രവാചകന്മാരോട് ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടുതൽ പേര് പറയുമ്പോൾ അത് യിരെമ്യാ പ്രവാചകൻ ഒറ്റയ്ക്ക് പറയുന്നതും കൂടുതൽ പേര് അതൊന്നും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണല്ലോ ജനം വിശ്വസിക്കുക. അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ യിരെമ്യാ പ്രവാചകൻ ഒറ്റയ്ക്ക് നിന്ന് അടിയും കൊണ്ട് കിണറ്റിനകത്ത് ഇട്ട് ഒക്കെയും സംഭവിക്കുന്നുണ്ട്. തല്ലുകൊണ്ടുന്നുണ്ട്, അതുപോലെ പൊട്ടക്കിണറ്റിനകത്ത് എടുത്ത് ഇടുന്നുണ്ട്. അവിടെ കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരു ഷണ്ടൻ രാജാവിനോട് പറഞ്ഞിട്ട് സിദെക്കീയാവിൻ്റെ കാലത്ത് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഈ നെബൂസറദാൻ വരുമ്പോൾ അതും നമുക്ക് കാണുന്നുണ്ട്. നെബൂസറദാൻ വരുമ്പോൾ ഈ പുസ്തകത്തിലുള്ള അല്ല കേട്ടോ. നെബൂഖദ്നേസർ വന്നിട്ട് യിരെമ്യാ പ്രവചനത്തിൽ, ഒരു രാജാക്കന്മാർ പുസ്തകത്തിലും ഇല്ല, യിരെമ്യാ പ്രവചനത്തിൽ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഈ ദേശത്ത് താമസിക്കാം, എൻ്റെ കൂടെ ബാബേലിലേക്ക് വരികയാണെങ്കിൽ ബാബേലിലേക്ക് വരാം, നിന്നെ കാത്തു പരിപാലിക്കുന്ന കാര്യം ഞാൻ ചെയ്യും, നിനക്ക് അവിടെ സ്വതന്ത്രമായി ജീവിക്കാം,
ഇഷ്ടം പോലെ എന്ന് ആണ് പറയുന്നത്. അപ്പം പക്ഷേ അദ്ദേഹം ഇവിടുത്തെ കാവൽപ്പുരമുറ്റത്ത് തന്നെ തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പിടിക്കപ്പെട്ടു കൊണ്ടുപോകുമ്പം അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ട് പോയതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പ്രവാസത്തിലേക്ക് പോയ ഒരുപാട് ആൾക്കാർ, നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് പേര് നമുക്കറിയാം. പിന്നെ മൊർദെഖായി, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ, ഈ എസ്ര, നെഹമ്യാവ്, യിരെമ്യാ പ്രവാചകൻ, പിന്നെ രാജാക്കന്മാർ, ഇവരെയൊക്കെയും പേരുകൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് പേര് നമുക്ക് അറിയാം ഇതിലേക്ക് പിടിച്ചുകൊണ്ടുപോയ. അപ്പോൾ അവരൊക്കെയും പിടിക്കപ്പെട്ടു. പക്ഷേ ഇത് പിടിക്കപ്പെടില്ല എന്നാണ് ഈ കള്ളപ്രവാചകന്മാർ പറയുന്നത്. ആ കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് ഈ 13-ാമത്തെ അധ്യായം. 3-ാമത്തെ വായനാ ഭാഗത്തിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. അവിടെ യേശു അവരെ 12 പേരെയും വിളിച്ചിട്ട് അവർക്ക് വ്യാധികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങൾമേൽ അധികാരവും ശക്തിയും ഒക്കെ കൊടുത്തവരെ അയക്കുകയാണ്. കൂട്ടത്തിൽ ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. നിങ്ങൾ വഴിയിൽ വടിയും പൊക്കണമോ ഒന്നും എടുക്കണ്ട, 2 ഉടുപ്പും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവിടെ ആ ദേശം വിട്ടു പോകുന്നവർ അവിടെ പാർപ്പിൻ. നിങ്ങളെ ആരെങ്കിലും കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ടു പോരുമ്പം നിങ്ങളുടെ കാലിലെ പൊടി, അതവിടുത്തെ ഒരു കഷ്ടമാണ് കാലിലെ പൊടി തട്ടിക്കളയുക എന്നുള്ളത്. അതിന് വേറെ ആശയമുണ്ട്. അങ്ങനെ അവരവിടുന്ന് പുറപ്പെട്ടു പോയി എല്ലാ സ്ഥലത്തും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അങ്ങനെ ദേശങ്ങളോട് സഞ്ചരിച്ചു. ഇതിനിടയിൽ ഹെരോദ രാജാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് ആകെ വിഷമത്തിലായി. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് ഞാൻ കൊന്ന യോഹന്നാൻ സ്നാപകൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇത് എന്നുള്ളതാണ്. അങ്ങനെ അയാൾ ഭയപ്പെടുകയും യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് വരുന്നത്, അപ്പോസ്തലന്മാർ പിന്നെ മടങ്ങി വന്നു. അപ്പം അവിടെ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെയും ക്രിസ്തുവിനോട് അറിയിച്ചു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരെല്ലാം കൂട്ടി ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് ഒറ്റയ്ക്ക് പോയി. അത് പുരുഷാരം അറിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ പിന്തുടർന്നു. അവിടെ വെച്ചിട്ട് അവരെ സൗഖ്യമാക്കുകയും അവരോട് സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ശിഷ്യന്മാർ പറഞ്ഞത് അവർക്ക് ആഹാരമില്ല കഴിക്കാൻ. അവർ കുറച്ച് നാളായി കുറച്ച് സമയമായി നമ്മുടെ കൂടെ ഉണ്ട്. അവരെ രാത്രി വീട്ടിൽ പറഞ്ഞയക്കണം അതിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയും. ശിഷ്യന്മാർക്ക് അവരെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ പറഞ്ഞു 5 അപ്പവും 2 മീനും അല്ലാതെ ഒന്നും ഇവിടെ വേറെ ഇല്ല. ഞങ്ങൾ പോയി എങ്ങനെയാണ് ഇത്രയും ജനത്തിന് ആഹാരം എവിടുന്ന് ഉണ്ടാക്കും? ഏകദേശം 5000 പുരുഷന്മാരും ഒക്കെ, അതുപോലെ തന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശേഷം പറഞ്ഞു അവരെ 50 വീതം ഇരുത്താൻ പറഞ്ഞു. അപ്പവും മീനും ഒക്കെ എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി യേശുക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെ വർദ്ധിപ്പിച്ച് 12 കുട്ട ഉണ്ടായിരുന്നു. എല്ലാവരും തിന്ന് തൃപ്തരായപ്പോഴും ആ 12 കുട്ട അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഇവിടെ വേറൊരു മത്തായി 16 തോന്നുന്നു ചോദിക്കുന്നത് പോലെ ഇവിടെയും ഈ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, പുരുഷാരം എന്നെ ആരെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ, ഏലിയാവെന്ന് മറ്റു ചിലർ, പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തിന് എഴുന്നേറ്റ് എന്ന് പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ക്രിസ്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന് മറുപടിയായിട്ട് പത്രോസാണ് ഇത് പറയുന്നത്. ക്രിസ്തുവിന് മറുപടിയായിട്ട് പറയുന്നത്, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിയിട്ട് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ച് ഈ പത്രോസ് ഇങ്ങനെ മറുപടി പറയുമ്പം, നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പം മത്തായിയുടെ സുവിശേഷത്തിൽ കുറച്ചുകൂടി വിശദമായ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വായനയിൽ അത് പറഞ്ഞത് ഓർക്കുമല്ലോ. അപ്പം അവിടെ പറയുന്നത്, നിനക്കിത് മനുഷ്യരാരും വെളിപ്പെടുത്തി തന്നതല്ല, എൻ്റെ പിതാവ് തന്നെയാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. അവിടെ പറയുന്ന പാറ എന്ന് പറയുന്നത് യേശുക്രിസ്തു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ പാറയുടെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നവിടെ പറയുന്നുണ്ട്.
അപ്പം അവിടുത്തെ ഈ ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം, ഏറ്റവും മൂലക്കല്ലായിരിക്കുന്ന പ്രമാണമാണ് യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളത്. അതിൻ്റെ മുകളിലാണ് ബാക്കി എല്ലാ വിശ്വാസങ്ങളും. അതിനെ തകർക്കുന്നതോ അതിനെ ആ സത്യത്തെ ലംഘിക്കുന്നതായ യാതൊരു വിശ്വാസവും അതിൻ്റെ മേൽ പണിയപ്പെട്ടാൽ അത് നിലനിൽക്കുന്നതല്ല. അടിസ്ഥാന വിശ്വാസം യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിശ്വാസവും ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് അധികാരാവകാശങ്ങളില്ല. അത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് ബൈബിളിന് വിരുദ്ധമായിരിക്കും. ഞാൻ ആ ഒരു ഭാഗത്തേയും കൂടെ ചേർത്ത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം അതിങ്ങനെ പറയുന്നുണ്ട്, ഇവരെല്ലാവരും കൂടെ എന്നെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. പക്ഷെ അവരാരും അത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പം എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ്, എൻ്റെ ക്രൂശല്ല, അവനവൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ നമുക്ക്. അവനവൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് ഈ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ തടസ്സം വരുന്നതെല്ലാം നമുക്ക് നമ്മുടെ കുരിശുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് മാത്രമേ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഒക്കത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ക്രൂശ് ക്രിസ്തു തന്നെ ചുമക്കും, നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല. നമ്മൾ ചുമക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ക്രൂശാണ്. അത് നമ്മുടെ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ വിശുദ്ധിയെ തുടർന്നു പോകുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ ദൈവിക സ്വഭാവങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാം നമ്മുടെ കുരിശുകളാണ്. അത് സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിനെ ജയിച്ചേ ഒക്കുകയുള്ളൂ. എന്നിട്ട് അതിൽ മത്തായിയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ അവസാനവും 17-ാം അധ്യായത്തിൻ്റെ ആരംഭവും ഒക്കെ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അതിലൂടെ 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്ക് പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ട് മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ യേശുവിനോട് സംസാരിക്കുന്നത് ഈ ശിഷ്യന്മാർ കണ്ടു. അത് മോശയും ഏലിയാവും തന്നെ ആയിരുന്നു. അത് ഒരു കാഴ്ചയാണിരുന്നു. ദർശനം മേളിൽ പറഞ്ഞല്ലോ, ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരുണ്ട്. അപ്പം ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഈ 3 പേർ കാണുകയാണ്. ആ ദൈവരാജ്യത്തിൽ മോശയും ഏലിയാവും യേശുക്രിസ്തുവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മോശയുണ്ട്, ഏലിയാവുണ്ട്, യേശുക്രിസ്തുവുണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബുണ്ട്, പത്രോസുണ്ട്. ഈ 6 പേർ പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർ ഒരുമിച്ച് ഒരേ സമയം തമ്മിൽ സംസാരിക്കുന്ന ഇടപെടുന്നതുമായ കാഴ്ചയാണ്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ കാഴ്ച എന്ന് യേശുക്രിസ്തു അവിടെ പറയുന്നത്. അങ്ങനെ ആ കാഴ്ച കാണാതെ മരിച്ചു പോകാത്ത ചിലർ ഇവിടെ ഉണ്ട് എന്നാണ്. ആ ഉണ്ട് എന്ന് പറഞ്ഞ 3 പേരാണ് യാക്കോബും യോഹന്നാനും പിന്നെ പത്രോസും വേണമെങ്കിൽ യേശുക്രിസ്തുവും. അവർ അതിനെക്കുറിച്ച് അവർക്ക് ക്രിസ്തു മനസ്സിലാക്കി കൊടുക്കേണ്ട ഈ 3 പുരുഷന്മാർ. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചു കൊടുത്തത്. പിന്നെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് മലയിൽ നിന്ന് അവർ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ ഇഷ്ടംപോലെ ജനം അവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. ഒരു മകനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾ വരുന്നുണ്ട്. അവനെ നുരപ്പിച്ചൊക്കെ പിടിപ്പിക്കുന്നു. ശിഷ്യന്മാരോട് അപേക്ഷിച്ചുവെങ്കിൽ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവർ 3 പേരിലേ അങ്ങ് പോയുള്ളൂ. ബാക്കി 9 ശിഷ്യന്മാരുടെ താഴെയുണ്ട്. അവർക്കത് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. അവിശ്വാസം കോട്ടമുള്ള തലമുറ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. ആ കുഞ്ഞിനെ ഇങ്ങോട്ടിരാൻ പറയുന്നു. ആ രോഗത്തെ യേശുക്രിസ്തു സൗഖ്യമാക്കി ആ മകനെ തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ക്രിസ്തു എല്ലാവരോടും പറയുകയാണ്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളും. എന്നെ അയച്ചവൻ ആരാ? ദൈവമാണ് എന്നെ അയച്ചത്. നിങ്ങളെല്ലാവരിലും ചെറിയവൻ അത്രേ വലിയവനാകും എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ചെറിയവൻ എന്ന് പറയുന്നത് ചെറിയവനായതുകൊണ്ടല്ല, മനസ്സുകൊണ്ട് താഴ്മ ധരിച്ച് താഴ്മയോടിരിക്കുന്നവനാണ് ചെറിയവൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ളവർ വലിയവനാകുമെന്നാണ്. അത് ഏത് തരത്തിലായിരുന്നാലും ചെറിയവർക്കൊക്കെ വലിയവരാകാനുള്ള സാധ്യത അല്ലെങ്കിൽ വരാനുള്ള അവസരം അവിടെ ക്രിസ്തു പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ
ഒരുത്തൻ വന്ന് ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. യേശു അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, പക്ഷെ മനുഷ്യപുത്രൻ തലയായിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തൻ വന്ന് പറഞ്ഞു, വേറൊരുത്തനോട് എന്നെ അനുഗമിക്കാമെന്ന് യേശു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടാൻ അനുവാദം വഴി തരണം പറഞ്ഞു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനീ അപ്പനെ കുഴിച്ചിടാൻ അനുവാദം ചോദിക്കുന്നത് അപ്പൻ മരിച്ചിട്ട് അനുവാദം ചോദിക്കുന്നതല്ല, മറിച്ച് അപ്പൻ്റെ കാലശേഷം കഴിഞ്ഞ് ഞാൻ വരാമെന്നാണ് അവിടെ അവൻ പറയുന്നത്. അപ്പോഴാണ് ക്രിസ്തു പറഞ്ഞത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. അപ്പോൾ അത് മരിച്ചവരോടുള്ള അനാദരവോ ഒന്നുമാണെന്ന് നമ്മൾ കരുതേണ്ടത്. അത് യേശുക്രിസ്തു പറയുന്നൊരു ആശയമാണ്. അപ്പോൾ മരിക്കുന്നത് വരെ ഒന്നും കാത്തിരിക്കാനുള്ളതല്ല, ദൈവരാജ്യ സുവിശേഷത്തെ അറിയിക്കാനുള്ളത്. അത് ഇപ്പോൾ ഇന്നല്ല, ഇപ്പോൾ അറിയിക്കാനുള്ളതും അറിയിച്ചു തുടങ്ങേണ്ടതുമാണ്. അതിനുവേണ്ടി മറ്റൊരു സമയം വെക്കേണ്ടതല്ല എന്ന് ക്രിസ്തുവോട് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. വേറൊരു കാര്യം പറയുന്നുണ്ട്, വേറൊരുത്തം പറഞ്ഞ് ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. വേറൊരുവൻ പറഞ്ഞു അവനെ വിളിച്ചപ്പോൾ യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവർ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. കൃഷിയുടെ രീതിയെ സംബന്ധിച്ചാണ്. കലപ്പയിൽ കൈവച്ച് കാളയും പൂട്ടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കലപ്പ കൈവച്ച് കലപ്പയും കൊണ്ട് കാളകൾ മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വേറെ പണിക്ക് പോയാൽ അത് ശരിയാണ്. അങ്ങനെയുള്ളവൻ കൊള്ളാവുന്നവനല്ല, അവൻ്റെ യഥാർത്ഥ കർഷകനല്ല. അപ്പം അതുപോലെയാണ് ഇവിടെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം അവൻ ഞാൻ ഇറങ്ങിപ്പോയല്ലോ, എനിക്ക് എന്ന് പറഞ്ഞ് പിന്നോട്ട് പോവുകയും വേറെ വഴിക്ക് പോവുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്നാണ്. എനിക്ക് കൊള്ളാവുന്നവനല്ല, ദൈവത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് തന്നെയാണ് ക്രിസ്തുവോടെ ഉറപ്പിച്ച് പറയുന്നത്. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അവസാനിക്കുകയാണ്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നാളെ തുടർന്ന് നമുക്ക് വീണ്ടും ഈ വചനത്തിലെ നല്ല മുത്തുകളെ അന്വേഷിച്ചുള്ള യാത്ര തുടരാം. ദൈവം താങ്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.